പിടിച്ച് രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. Sing it out together. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ മുഖം ശിവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ. കൈകളെ ഉയർത്തിപ്പിടിച്ചോ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും. താങ്ക് യു ഡാഡി. നീ എൻ ദൈവം. ജനം പാടിക്കുന്ന നീ എൻ്റെ പാലകൻ. He loves to hear it. നിങ്ങളുടെ വായിൽ നിന്നത് കേൾക്കാൻ അവൻ അത്ര ഇഷ്ടപ്പെടുന്നു. നീ എൻ മറവീട് പപ്പാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയം
നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ മറന്ന ഇസ്രായേൽ മക്കൾ പൊന്നുകൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയുടെ മുമ്പിൽ വീണ് നമസ്കരിച്ച് ഇതാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞപ്പോൾ, when the people of Israelites, they forgot their creator, they forgot the prophet Moses, they forgot their creator, and they started worshipping the golden calf. ദൈവം മോശയുടെ പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ പറഞ്ഞു, എന്നെ വിടുക, ഞാൻ ഇവരെ നശിപ്പിക്കട്ടെ. ഞാൻ ഈ ജനത്തിന്റെ നടുവിൽ നടക്കത്തില്ല. I will not walk among these people. If I walk with them, I will destroy them. മോശ പറഞ്ഞു, നീ അങ്ങനെ പറയരുത്. If your presence does not go with us, do not let me take a further step from this place. എൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് അടുത്തൊരു ചുവട് വയ്ക്കാൻ. കർത്താവിൻ്റെ ഹൃദയം വേദനിക്കുമ്പോൾ ഇടിയിൽ കയറി നിന്ന് നീ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ചലിക്കുവാൻ പറ്റത്തില്ലെന്ന് പറയുന്ന മോശയെ പോലെ. Jesus was sharing about his flesh and his blood, is giving an elaborate teaching about the Holy Communion, the need of crushing his flesh and shedding his precious blood. A large congregation left him, deserted him. ഒരുവിധം എല്ലാവരും അനുവിട്ടിട്ട് പോയപ്പോൾ യേശു ശിഷ്യന്മാരോട് തിരിഞ്ഞു ചോദിച്ചു, Do you also want to leave from me? നിങ്ങൾക്കും എന്നെ വിട്ടിട്ട് പോകുവാൻ മനസ്സുണ്ടോ? പക്ഷേ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? What a beautiful statement. What a beautiful heart. ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകും? നീ ഇവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ we rather choose to die in this wilderness than going to the promised land without your promise. വാഗ്ദത്ത ഭൂമിയിലേക്ക് നിന്റെ സാന്നിധ്യമില്ലാതെ പോകുന്നതിനേക്കാൾ നിന്റെ സാന്നിധ്യത്തോടു കൂടെ ഈ മരുഭൂമിയിൽ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. Is there anyone among here that want to make such beautiful statements that touch the heart of God from the deep bottom of your heart? നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും. Sweet Jesus. നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ. ഒരിക്കൽ കൂടെ, നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ. ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവും. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ച് ആ പാദത്തിൽ കെട്ടിപ്പിടിച്ചോണ്ട് അമ്മാരോട് ചാരിക്കൊണ്ട് ആടി അനിതാ യോഹന്നാനെ പോലെ ദേവാ
കർത്താവ് പറഞ്ഞത്, എന്റെ സാന്നിധ്യമാണ് നീ ചോദിച്ചത്. But I'm gonna show you my glory. അടുത്ത് വരുന്നവരെ എല്ലാവരും വിട്ടിട്ട് പോകുമ്പോൾ വിട്ടു പോകാത്തവനെ കാണിച്ചു കൊടുക്കുവാൻ, അവന്റെ മുമ്പിൽ തുറക്കുവാൻ ദൈവത്തിന് വലിയതുണ്ട്. എല്ലാ പുരുഷാരവും വിട്ടുപോയപ്പോൾ മാറോട് അടുത്ത് വന്ന യോഹന്നാന് വേണ്ടി തുറക്കുവാൻ വെളിപ്പാടുകളുടെ കലവറകളുണ്ട്. പലരും അകന്നു പോയപ്പോൾ ഇന്ന് നിങ്ങൾ ചേർന്നു വന്നതാണ്. You have come close to the bosom of Jesus. അവന്റെ മാറോട് ചേർന്ന് വന്നതാണ്. നമ്മുടെ മുമ്പിൽ അവനെ തന്നെ. This is what I strongly feel. He is going to manifest himself. ആ കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവേ, I'm ready that you would manifest yourself in an unusual way. There's going to be a manifestation